നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇതിനെ സ്മൂത്ത് ആക്കാന്നുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം. നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നോക്കാം. സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പോസസിനൊന്നും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ കാലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലിന് സ്വല്പം ഇഷ്യൂസ് ഉള്ളതായിട്ട് ഇവിടെ കാണാം. കാല് ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് കാലാണ്? ലെഫ്റ്റാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ലെഫ്റ്റ് കാല് ആദ്യം തൊട്ട് നമുക്ക് ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഈ ലെഫ്റ്റ് കാലിൻ്റെ ഫസ്റ്റ് മുതൽ നമുക്ക് ലെഫ്റ്റ് കാല് തന്നെ ട്വീക്ക് ചെയ്യാം. സോ ലെഫ്റ്റ് കാലാണ് ആദ്യം പോകുന്നത്. കണ്ടോ, ലെഫ്റ്റ് കാലാണ് ആദ്യം നമുക്ക് പോവേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ ലെഫ്റ്റ് കാലങ്ങ് ബാക്കിലായിപ്പോയി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലെഫ്റ്റ് തന്നെ ഫ്രണ്ടിലോട്ട് പോകാം. നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ട റൈറ്റ് ഇവിടെ കയറി, ഈ ഏരിയയിൽ റൈറ്റ് കയറി. അപ്പോൾ റൈറ്റ് കാല് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും അപ്പോൾ റൈറ്റ് കാല് ഇവിടെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ട്രെയിറ്റ് ആക്കുന്നു. ഓക്കെ, അവിടെ എല്ലാം ഇവിടെ വെച്ച് ഇപ്പോൾ ട്വീക്ക് ചെയ്യേണ്ട, അതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. എല്ലാം ഈ കാലിൻ്റെ ഏരിയ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം. അവിടെ എത്തുന്നതിന് ശേഷം മാത്രം നമുക്ക് കാലിൻ്റെ പ്രോസസ്സ് തുടങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു രണ്ട് ഏരിയയിലും രണ്ടും സെയിം കാല് തന്നെ ഇരുന്നോട്ടെ, സെയിം പ്രോപ്പർട്ടി തന്നെ ഇരുന്നോട്ടെ. അവിടെ ഓവർലാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണ്ട് ഏരിയയിലും. ഓക്കെ, അപ്പോൾ ഈ കാല് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചു ഈ രണ്ട് ഏരിയയിലും. ഓക്കെ, രണ്ട് ഏരിയയിലും കാല് പ്രോപ്പറായിട്ട് തന്നെ വെച്ചു സ്കെയിൽ. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കാല് അത് പൊക്കിയാലും അതൊരു ഫീല് പ്രോബ്ലം വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കാല് അവിടെ പൊക്കുന്നത് നമുക്കങ്ങ് മാറ്റാം. ഈ ഒരു ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതും സെയിം ആ ഒരു ഇതിൽ തന്നെ പോട്ടെ. ഓക്കെ, ഈ ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇവിടെ നിന്ന് ഈ കാലിൻ്റെ ഫുഡ് ബ്രേക്കൊക്കെ റിമൂവ് ചെയ്യുക. എന്തെങ്കിലും കൺട്രോൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക ഇവിടെ നിന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിലേ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്തും കാല് സ്ട്രെച്ച് ആവാൻ പാടില്ല. കാല് സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യുക. അവിടെയും ഫുഡ് റോൾ ഉണ്ട്, ഫുഡ് റോൾ മാറ്റുക. സ്മൂത്തായിട്ടുള്ള പോസ് കൊടുക്കുക ഇവിടെ. ഓക്കെ, എടുക്കുന്ന സമയം ഇത് കുറച്ചും കൂടെ എന്താക്കുക, അങ്ങോട്ട് സ്ക്വാഷ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് സ്ക്വാഷ് ചെയ്ത് തന്നെ വെച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്ക്വാഷ് നല്ലവണ്ണം സ്ക്വാഷ് ചെയ്യുക. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടെ നല്ലവണ്ണം സ്ക്വാഷ് ചെയ്യുക. ഫൈൻ, സ്ക്വാഷ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക. എന്നാലേ സ്ക്വാഷും സ്ട്രെച്ചും കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാം. സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സ്ക്വാഷും സ്ട്രെച്ചും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഫൈൻ ട്യൂൺ ചെയ്യാം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു ഇത് നമുക്ക് കാലിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് എന്തോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. പോൾ വെക്ടർ കറക്റ്റ് ചെയ്താൽ മതി. അതായത് കാല് ഇത്രയ്ക്ക് ഒടിക്കണമെന്നില്ല. കാലിപ്പോൾ നന്നായിട്ട് ഒടിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഒരു പൊസിഷൻ നോക്കി അറിയാൻ പറ്റും. ഈ ഒരു കാല് നല്ല ഒടിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ഫുഡ് ബ്രേക്ക് കറക്റ്റ് ചെയ്യുക. അതേപോലെ ഇതും ഈ കാലിൻ്റെ ഫുഡ് റോളാണ് പ്രശ്നം. ഫുഡ് റോളും കറക്റ്റ് ചെയ്യുക. ചെറുതായിട്ട് ട്വീക്ക് ചെയ്യുക. പോൾ വെക്ടർ കറക്റ്റായിട്ട് വയ്ക്കുക. പോൾ വെക്ടറിൽ എന്തെങ്കിലും ഒരു അടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പോൾ വെക്ടർ ഓക്വേർഡായിട്ട് കിടക്കുന്ന പോൾ വെക്ടറിലെ എടുത്തിട്ട് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യുക പോൾ വെക്ടറിനെ. അതുപോലെ ഫുഡ് റോളും ഹീലും ഒന്നും ഇനി തൽക്കാലത്തേക്ക് ഇതിൽ വേണ്ട. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ വാല്യൂ മാറ്റാൻ മറന്നുപോകരുത്. മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഇതേപോലെ ഇത് പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം തീരുമാനിക്കുക, റോൾ ബോളും ഹീലും വരുന്നാലും. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിപ്പോൾ ഇവിടെ രജിസ്റ്റർ ആവുന്ന സമയത്ത് മാത്രം ഒരു കാല് രജിസ്റ്റർ ആവുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത കാല് രജിസ്റ്റർ ആവുന്നു. അത്രേ ഉള്ളൂ. ആ ഒരു ഈ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാലിനെ സ്വല്പം കൂടെ ഒന്ന് ടോപ്പിലോട്ടാക്കാം. കാരണം പോൾ വെക്ടർ മാറിയിട്ടുണ്ട്. പോൾ വെക്ടറിനെയും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് കാല് സ്വല്പം കൂടെ ഒന്ന് ഇവിടെയും പോൾ വെക്ടർ സ്വല്പം ഒന്ന് മാറിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ബാലൻസ് ആവുന്നുണ്ട്. കറക്റ്റ് ബാലൻസിലാക്കുക. വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടാ പോൾ വെക്ടർ ഇവിടെ. അപ്പോൾ പോൾ വെക്ടറിന് പ്രോബ്ലം ഉണ്ട്. അതവിടെ റിമൂവ് ചെയ്ത് കളയാം ഇവിടെ നിന്ന്. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിന്നും ഈ ഒരു രജിസ്ട്രേഷന് കുറച്ച് സമയമുണ്ട് ഇവിടെ. ഓക്കെ, ആ ഫ്രണ്ടിൽ നോക്കി അറിയാൻ പറ്റും. കണ്ട് ഇവിടെ നിന്ന് കുത്തിയതിന് ശേഷം
കാലെടുത്ത് വയ്ക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ ഒരു 2 ഫ്രെയിം നമുക്ക് ബാക്ക് ഇത് ഫ്രണ്ടിലോട്ടാക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം ഇവിടെ, ഒറ്റ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ ആയി കൊടുക്കാം സ്വല്പം, വളരെ മൈന്യൂട്ടായിട്ട്. അതേപോലെ പോൾ വെക്ടർ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ലാൻഡിങ് കിട്ടും ഇവിടെ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷ് അവിടെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. ഓക്കെ, ഇത് 24 ഫ്രെയിംസ് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. 24ലാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയത്. സോ 24 ഫ്രെയിംസ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഡൗൺ, കാല് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. കാലിലെ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ചെക്ക് ചെയ്യുക കാല്. ഓക്കെ, ഇവിടെ നിന്ന് സ്ക്വാഷ് ചെയ്തു, ഇവിടെ വന്ന് മാക്സിമം സ്ട്രെച്ച് ചെയ്തു വന്ന് സ്ക്വാഷ് ചെയ്തു, ഇവിടെ നിന്ന് സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഒറ്റ ഫ്രെയിമിലെ പ്രശ്നമാണ്. അതങ്ങ് സോൾവ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പം തൽക്കാലം 2 കാലും ഏകദേശം ഒരേപോലെ ഇപ്പം ലാൻഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഓക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് വരാം. അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഫീല് വരും ആ ഒരു ഏരിയയിൽ. ഗ്രാഫിൽ പോയിട്ട് ഗ്രാഫ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ ഒരു ഏരിയയിലും കൂടെ സ്വല്പം ഒന്ന് ട്വീക്ക് ചെയ്യുക. ഇവിടെ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിൽ വരിക, ഒന്നും കൂടെ ഫ്രണ്ടിലോട്ട് വരിക. ഓക്കെ, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗ്രാഫ്, എന്നിട്ടൊന്ന് കണ്ടു നോക്കാം നമുക്ക്. കണ്ടോ, സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ബാക്കിലോട്ട് വന്നിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് നിന്നു. ഓക്കെ, അത് എത്രത്തോളം വേണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദ ഷോട്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടേഴ്സ്, എന്താണ് വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സ്വല്പം കൂടെ വ്യത്യാസം നമുക്കതിൽ കാണാം. ഓക്കെ, ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം എടുത്തോണ്ട് ജസ്റ്റ് വന്നു. ഓക്കെ, ഫൈൻ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ബോഡി പാർട്ട് വേണമെങ്കിൽ സ്വല്പം ഡിലേ ആക്കാം. ഈ ബോഡി പാർട്ടും കഴുത്തും ഇതും ഏതാണ് മീൻസ് ഈ ഒരു പാർട്ടും സ്പ്ലൈനും അതുപോലെ തന്നെ ഹെഡും ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഓക്കെ, ഇവിടെ ഒന്ന് വീഴുന്നു. ഇവിടെ നിന്ന് നമുക്ക് സ്വല്പം ഒന്ന് ഡിലേ കൊടുക്കാം. അതിന് രണ്ടിനും സ്വല്പം ഒന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ലോ ഔട്ട് നമുക്ക് ലാസ്റ്റ് അവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ തലയ്ക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ്, മീൻസ് തലയുടെ രണ്ടും സ്വല്പം കൂടെ നമുക്ക് ഡിലേ ചെയ്യാം. തലയെല്ലാം ഒരുമിച്ചായിരിക്കുന്നത്, സ്വല്പം ഡിലേ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ഒബ്ജക്ട്സ് മാത്രം നീങ്ങാൻ പാടില്ല. ഹിപ്പും സ്വല്പം ഒരു മൂവ്മെൻറ്റ് ഹിപ്പിനും വേണം, അല്ലെങ്കിൽ ഇത് റൊട്ടേഷൻ മാത്രമായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഏതൊരു മൂവ്മെൻറ്റ് നീക്കിയിട്ടാലും ഹിപ്പും കൂടെ സ്വല്പം നീക്കിയിടുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് റൊട്ടേഷൻ മാത്രം മൂവ് ചെയ്യുന്നൊരു ഫീല് നമുക്ക് തോന്നും. ഒടിഞ്ഞിരിക്കുന്ന ഗ്രാഫ് എല്ലാം ക്ലിയർ ചെയ്യുക. ഇവിടെ നിന്ന് ആ ഒരു ഡിലേ കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. ഈ തലയ്ക്ക് മീൻസ് ഈ ഒരു തലയ്ക്ക് ഡിലേ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുക. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം കുനിഞ്ഞ്. ഓക്കെ, ഇനി ആ ടൈമിങ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത ടൈം ഡൗൺ അപ്പ് ദെൻ ഡൗൺ ദെൻ അപ്പ്. ആ ഒരു ഏരിയയും കൂടെ സ്വല്പം ഒന്ന് ട്വീക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ബോഡിയെ ഫോളോ ചെയ്യുന്നതാണ് മറ്റേ ബോഡി പാർട്ട്. അത് മാത്രം ഓർക്കുക കേട്ടോ. ഈ ഒരു ബോഡി ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ ചെയ്തിട്ട് പിന്നെ അപ്പ് ചെയ്തിട്ട് പിന്നെ ഡൗൺ
അപ്പ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്നതാണ് തല എന്നുള്ള കാര്യം. ഒരു ബോഡി പാർട്ടിനെ ഫോളോ ചെയ്യുന്നതാണ് അടുത്ത ബോഡി പാർട്ട്. അപ്പോൾ അതിനും അതിൻ്റെതായിട്ടുള്ള മൂവ്മെന്റ് വരണം, അല്ലെങ്കിൽ അത് കാണാൻ വൃത്തികേടായിരിക്കും. ഓക്കെ, ഡൗൺ. ഒരുപാട് മൂവ്മെന്റ് വേണ്ട, എന്നാൽ ചിലപ്പോൾ അത് ഫീൽ പോകും എൻ്റെ. അപ്പോൾ ഈ ഒരു തലയുടെ ഫിനിഷ് നമുക്ക് നോക്കാം. ഡൗൺ, അപ്പ്, ഡൗൺ. ഇവിടെ നിന്ന് വരുമ്പോൾ സ്വല്പം ഡൗൺ, ദെൻ അപ്പ്. അത് ഇതിൽ തന്നെ ഫീൽ ചെയ്യണം കേട്ടോ. ഏതാണ് നമ്മൾ ഇതിൽ തന്നെ ടൈം ലൈൻ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരണം. ഇത് അപ്പ്, പിന്നെ ഡൗൺ ആവേണ്ട സ്പോട്ടിൽ പോയി. അപ്പോൾ ഇവിടെ തന്നെ ഡൗൺ ദെൻ അപ്പ്, ഡൗൺ ദെൻ അപ്പ്. അത് നമ്മൾ ആ ഗ്രാഫിലല്ല, നമ്മൾ ടൈം ലൈൻ തന്നെ സ്ക്രബ് ചെയ്തിട്ട് കറക്റ്റാക്കി ആ ഒരു ഫീല് കൊണ്ടുവരിക. അതിന് ഓവറാണെന്ന് തോന്നുന്നെങ്കിൽ അത് നമുക്കിവിടെ കുറയ്ക്കാം. നല്ലോണം കുറച്ചാലും പ്രോബ്ലം ഇല്ല. സ്വല്പം മൂവ്മെന്റ് കൂടിയ കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ മൂവ്മെന്റ് നന്നായിട്ട് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് റൊട്ടേഷൻ ആണുള്ളത്. നമുക്ക് ട്രാൻസ്ലേഷനും കൊടുത്തു നോക്കാം. ഇവിടെ ഡൗൺ, അപ്പ്. അപ്പിൽ പോകുമ്പോഴേ ഇവിടെ ട്രാൻസ്ലേഷനും കൊടുക്കാം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അത് ആ ഒരു ലിമിറ്റിൽ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ആ ഒരു ഫീല് പോകും. അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ലേഷൻ കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് കണ്ടോ, ദെൻ ഡൗൺ, അപ്പ്. ഓക്കെ, ഡൗൺ, അപ്പ്. ഓവർ വേണ്ട. കണ്ടോ, ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് കയറി പോകണം, അത്രയും വേണ്ട. ബ്രീത്തിങ്ങിന് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്, ഈ ഒരു കൺട്രോളിൽ ഇതാണ് നമ്മൾ ബ്രീത്തിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, തലയ്ക്ക് ആ ഒരു ഫീലൊക്കെ പ്രോപ്പറായിട്ട് വരണുണ്ട് തലയ്ക്ക്. ഓക്കെ, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തലയുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഏരിയ നമുക്ക് നല്ലോണം തലയുടെ ആ ഒരു ഫീല് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ആ ഒരു എന്താണ് ആ ഒരു പവർ ഉണ്ടല്ലോ, ചാടുന്നതിൻ്റെ ആ ഒരു പവറും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു ബോഡി പാർട്ടിൻ്റെ ഡിലേയും, അത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ഈ കാലിൻ്റെ ആർക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആർക്ക്, ഓക്കെ, ആർക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു കാലിൻ്റെ ആർക്ക്, ഓക്കെ, ആർക്ക് അത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടോ, സ്വല്പം കൂടെ ഒരു ആർക്ക് ഫീൽ, ഈ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ആർക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മിസ്സിങ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വല്പം ഇങ്ങനെ ആക്കാം, ആ ഒരു ആർക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കുക ഈ ഒരു ഏരിയയിൽ. ഓക്കെ, സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യാം. പോൾ വെക്ടർ ഇളകി പോകുന്നുണ്ട്, അതിനനുസരിച്ച് പോൾ വെക്ടറിനെ എടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. സ്വല്പം കൂടെ വയ്ക്കുക, കാല് ഇങ്ങനെ ആക്കി നോക്കാം. നമുക്കില്ല, ആ ഒരു ഇതിലല്ല വരുന്നത്, ഈ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അത് വേണ്ട. എവിടെയെങ്കിലും ഒരു ഇൻ ബിറ്റ്വീൻ മിസ്സായി കഴിഞ്ഞാൽ അനിമേഷൻ കാണുമ്പോൾ ഒരു സുഖം കാണത്തില്ല കേട്ടോ. ഇൻ ബിറ്റ്വീൻ മിസ്സായി കഴിഞ്ഞാൽ അനിമേഷൻ ആ ഒരു ഫ്ലോ പോവും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ റെഫറൻസ്, ഇപ്പോൾ ഇതിനൊന്നും വലിയ റെഫറൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മീൻസ് റെഫറൻസിൻ്റെ ആവശ്യം ബാക്കി നമുക്ക് പ്രൊഡക്ഷനിൽ ആക്ച്വലി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവറും കാര്യങ്ങളും എല്ലാം നമുക്ക് തരും. അതേപോലെ സ്റ്റോറി ബോർഡ് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോജക്ട്സിന് സ്റ്റോറി ബോർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം മിക്കി മൗസിൻ്റെയൊക്കെ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റോറി ബോർഡാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
മീൻസ് ഈ ജമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ ജമ്പിൻ്റെ സമയം, എത്ര ടൈമാണ് ജമ്പ് വരണത്, എത്ര ഫ്രെയിംസ് വെച്ചാൽ ജമ്പ് നമുക്ക് പ്രോപ്പർ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രൊജക്റ്റിലും അങ്ങനെ വരണമെന്നില്ല. ചിലതിൽ സ്റ്റോറി ബോർഡ് അത്ര മികച്ച സ്റ്റോറി ബോർഡൊന്നും ആവണമെന്നില്ല. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ മീൻസ് എന്താണ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഷോ അനുസരിച്ചായിരിക്കും അതിരിക്കുന്നത്. അതായത് മിക്കി മൗസാണെങ്കിൽ നമുക്ക് ഈ ഒരു ജമ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അതിൻ്റെ അകത്ത് കാണും. മീൻസ് ഇത്രാമത്തെ ഫ്രെയിമിൽ കാല് വയ്ക്കുക, ഇത്രാമത്തെ ഫ്രെയിമിൽ കുഷൻ ചെയ്യുക, ഇത്രാമത്തെ ഇതിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് കാണും. അല്ല, ബാക്കിയെല്ലാം നമ്മൾ ചില, ഞാൻ പറഞ്ഞില്ലേ, ചില ഷോസിൽ അതില്ല, ചില ഷോസിൽ നമ്മൾ തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ. അത് തന്നെ. എഫക്ട്സിനെ സംബന്ധിച്ചിടത്തോളം എഫക്ട്സും അത് കറക്റ്റ് ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കും സംഭവം. ഇതുപോലെ 3D അനിമേഷൻ ചെയ്യുന്ന കണക്ക് അതും പക്ക പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, ആ ഒരു കാലിൻ്റെ ഒരു ഫീൽ ഇപ്പം മാറി. നോക്കിയേ, ഒരുപാട് എയറിൽ പോയല് ഔട്ട് ഓഫ് ബാലൻസ് ആവും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. എന്നാലും ഇതാണ്ട് ആ കാലെടുത്തോണ്ട് പോകുന്ന ഒരു ഫീല് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡൗൺ ദെൻ അപ്പ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഏരിയയും കൂടി ഇനി കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ സ്വല്പം അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ആ ഒരു റൊട്ടേഷൻ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് കൂടെ വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആ ഒരു ഏരിയ സ്വല്പം കൂടെ ഒന്ന് വർക്ക് ചെയ്യാം. ഫിനിഷ് ആയിട്ടില്ല അത്. അതായത് ഈ പുള്ളിക്കാർ ഇങ്ങോട്ട് പോകുമല്ലോ, ഇപ്പൊ ഇതിനകത്ത് റൊട്ടേഷൻ മാത്രമേ നടക്കണുള്ളൂ. എനിക്കിപ്പോൾ ട്രാൻസ്ലേഷനും കൂടെ വേണം. നമ്മൾ അവിടെ വർക്ക് ചെയ്തല്ലോ, ലാസ്റ്റ് ഫ്രെയിമിൽ വർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു ഏരിയയും കൂടെ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഒരു മിനിറ്റ്, ലാസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ 85 ഇട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 105 നമുക്ക് നോക്കാം. 105 അത് പക്ക എഴിച്ച് വരുന്ന ഫീല് പ്രോപ്പറായിട്ട് വരണുണ്ട്. മീൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബോഡി പാർട്ടും അതേ കണക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് എല്ലാമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഴിച്ച് വരുമ്പോൾ ആ ഒരു ഫീല് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയയിൽ എന്തോ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും ഫ്രെയിംസ്. ഇപ്പോൾ 20 ഫ്രെയിമിൽ വർക്ക് ചെയ്യണമെങ്കിൽ 20 ഫ്രെയിം കോൺസെൻട്രേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അത് നോർമലി തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ എല്ലാം ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ആദ്യം അവസാനം എല്ലാം. ഒന്നും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ഏത് ഏരിയ വേണം ആ ഏരിയ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഡൗൺ ആവുന്നതിന് മുമ്പ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആൻറ്റിസിപ്പേഷനാണ് കൊടുത്തത് ഇവിടുന്ന്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഒരു 6 ഫ്രെയിമിലോട്ട് മാറ്റിയ ശേഷം ഞാൻ മൂന്നാമത്തേൽ ചെറുതായിട്ട് പുള്ളിക്കാരനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആൻറ്റിസിപ്പേഷൻ കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് റിവേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളി ഇങ്ങനെ എടുത്ത്, ഓക്കെ, അങ്ങനെ ഒരു ഫീലും കൂടെ കിട്ടും. ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ആൻറ്റിസിപ്പേഷൻ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ തല, ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ഒരു ഫീല് കിട്ടുന്നില്ല, ഒരു ആർക്ക് വരുന്നില്ല, ഹിപ്പിൻ്റെ ആർക്ക് ഫ്ലോ വരുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഹിപ്പ് സ്വല്പം ഒന്ന് ഔട്ട് ഓഫ് ബാലൻസ് ആവരുത്, സ്വല്പം ഒന്ന് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഒരു ഫീൽ കിട്ടും. എന്താണ് വളരെ മൈന്യൂട്ടായിട്ട് ഇതാ കണ്ടോ, ആ ഒരു ഫീൽ കിട്ടും. അത്രയും പോരാ ഇവിടെ നിന്ന് സ്വല്പം കൂടെ ബാക്കിലോട്ട് പോവാ. അത് ഔട്ട് ഓഫ് ബാലൻസ് ആവരുത്. ഇവിടെ നിന്ന് സ്വല്പം നല്ലവണ്ണം ആൻറ്റിസിപ്പേഷൻ ചെയ്ത് സ്വല്പം കൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സ്വല്പം ഫ്രണ്ടിലോട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, എടുക്കുന്ന ഒരു ഫീൽ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരുപാട് തിരിക്കണ്ട, ഇത് അൺനാച്ചുറലായിപ്പോയി. ഇത്രയും തല നമ്മൾ തിരിക്കില്ല. അപ്പോൾ നമ്മൾ തല സ്വല്പം കുറയ്ക്കുക. ഡൗൺ. ഇവിടെ എടുക്കുന്ന സമയത്ത് സ്വല്പം താഴ്ത്തുക, എടുക്കുന്ന സമയത്ത് സ്വല്പം കൂടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, തലയ്ക്ക് ആ ഒരു ഫിനിഷ് പ്രോപ്പറായിട്ട് കൊടുക്കുക.
ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഫിനിഷ് അവസാനം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ ക്യാരക്ടറിൽ കയ്യിൽ സ്വല്പം ഇഷ്യൂസ് ഉണ്ടായിരുന്നേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആ കൈ ഇത് കറക്റ്റായിട്ട് ബെൻഡ് മീൻസ് ക്ലോസ് ആവാൻ പറ്റുന്നില്ലായിരുന്നു കൈക്ക്. വിരലിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കാല് കറക്റ്റായിട്ട് ഓവർലാപ്പ് ചെയ്യുക, ഇടയ്ക്ക് ഒരു സ്ഥലത്തും ഹോൾഡ് വരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഹോൾഡ് കൂടുതൽ വരാതിരിക്കുക. ഓക്കെ, അതുപോലെ കാലിൻ്റെ ആർക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാലിൻ്റെ ആർക്ക് മനസ്സിലായോ? കാലിൻ്റെ ആർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആർക്കിൽ തന്നെ അത് കാല് പോകണം. ആർക്ക് ഫോളോ ചെയ്യണം, എല്ലാ പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറയില്ലേ 12 പ്രിൻസിപ്പിൾസും പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ എങ്ങനെ 12 പ്രിൻസിപ്പിൾസും ഫീൽ ചെയ്യാതെ വെച്ചാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. കറക്റ്റായിട്ട് തന്നെ അത് 12 പ്രിൻസിപ്പിൾസും അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം. ഈ കാലിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാക്കിയാലും മിസ്റ്റേക്ക് ഒന്നുമില്ല. ലാൻഡ് ചെയ്യുന്ന സമയത്ത്, ലാൻഡിങ്ങിന് ശേഷം വേറെ ഒന്നും ഇല്ലല്ലോ, ലാൻഡിങ്ങിന് സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം. പക്ഷേ ഹിപ്പ് എല്ലാം മാറേണ്ടി വരും. വേണ്ട, ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാലിൻ്റെ ആർക്ക് ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക. സ്വല്പം ഒന്ന് പുറകിലോട്ട് പോയാലും പ്രശ്നമില്ല, ആർക്ക് പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട്. വേണ്ട, ഇത് എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് കാല് വരിക, ഒരു 2 ഫ്രെയിം ആക്കി പിന്നെ ആക്കി കൊടുക്കുക. കേട്ടോ, അപ്പോൾ എടുത്ത് കാല് കൊണ്ടുവരുന്ന ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും, ഒരേ കണക്ക് പോവാതെ. അതുപോലെ നമുക്കിവിടെയും സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഔട്ട് ഓഫ് ബാലൻസ് ആവാതിരിക്കുക. അതുപോലെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ ആ സുഖം കാണത്തില്ല. ഇത് കാണുന്ന സമയത്ത് ഷോട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മിസ്സിങ് ആയിട്ട് തോന്നും. ആ മിസ്സിങ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. തിരിച്ചു വേണം ഇങ്ങനെ വെക്കാൻ കേട്ടോ, പക്ഷെ അത് എത്രയും ഫ്രെയിംസിൽ നമ്മൾ മാറ്റേണ്ടി വരുമോ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്നുള്ള കാര്യം. ബേസിക് പ്രോസസ്സ് എങ്ങനെ വെക്കണമെന്നുള്ള ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഇങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ടേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. അതുകൊണ്ട് ഈ പോസ് ഇങ്ങനെ ആക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് കണ്ടോ, അവിടെ നിന്ന് തന്നെ അത് തിരിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ഈ ഒരു കാലായിരുന്നാലും കാല് കംപ്ലീറ്റ് പോസും കാലിന് വരണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മിസ്സിങ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കറക്റ്റ് ഫീല് വരാത്തൊരു ഇതിൽ വരും. പിടികിട്ടിയോ? കാല് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്വീക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ആർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാല് തിരുത്തിയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ കാല് വയ്ക്കുന്നതിൽ കാര്യമില്ല, തിരിച്ചു കൊടുക്കുക. ആ കാല് അപ്പുറത്തെ കാല് സ്വല്പം ഇങ്ങോട്ട് തിരിക്കും, തിരിച്ച് ഇങ്ങനെ കൊടുക്കുക. തിരിച്ച് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ആയി കൊടുക്കുക. ഓക്കെ, ലാൻഡിങ്ങിൽ പ്രോപ്പർ ആവും. അതുപോലെ ഈ കാല് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കാലല്ല അപ്പുറത്തെ കാല് ഒരു കാര്യം ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫുട് റോൾ അങ്ങ് മാറ്റാം. എന്നിട്ട് ഇതിങ്ങനെ ആക്കാം. കാരണം നമ്മൾ ലാൻഡിങ് കംപ്ലീറ്റ് മാറ്റി, ലാൻഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റാം. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ തിരിച്ചു. നമ്മൾ ഫുട് റോൾ ഇതിൻ്റെ ഒന്നും സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്തില്ല, നമ്മൾ കറക്റ്റ് ഈ ഒരു സംഭവമാക്കി. ഓക്കെ, ഇങ്ങനെ ആക്കി. ഇവിടെ നിന്ന് സ്വല്പം ഇങ്ങനെ വന്നു. അതിനുശേഷം ഒരു അടുത്ത ഫ്രെയിമിൽ ഞാൻ കാലിനെ ഇങ്ങനെ ഡൗൺ ആക്കി. ഓക്കെ, അപ്പോഴത്തേക്ക് ഇപ്പോൾ 2 കാലും ഏകദേശം ഒരേ കണക്കായി. അത് വേണ്ട,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ കാലിൽ നമുക്ക് ട്വിക്കുക. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ കാണിക്കുന്നേ ഉള്ളൂ പല പല രീതികൾ. ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ചെയ്താകുമ്പോൾ കുറച്ചും കൂടെ ഡിലേ കൊടുക്കുക ഈ കാലിന്. അതാകുമ്പോൾ ആ കാല് വന്നിട്ട് പിന്നെ മറ്റേ കാല് രജിസ്റ്റർ ആവും. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൈ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡിലേ കൊടുക്കാം കൈക്ക്. അപ്പം കാരണം തലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിലേ വന്നിരിക്കുന്നത്. കൈക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഫുൾ കൈയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഫുൾ കൈയുടെ കൺട്രോൾസിൽ നമുക്ക് ഡിലേ കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. 1 2 3 അങ്ങനെ കൈയെല്ലാം അടുത്തടുത്ത് കിടക്കുകയാണ്. കുറച്ച് നീക്കി ഇട്ട് കൊടുത്താൽ മതി. കൈക്ക് നല്ലവണ്ണം ഡിലേ വരും. ഓക്കെ, ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. സ്വല്പം ഒന്ന് ട്വീക്ക് ചെയ്താലും കുഴപ്പമില്ല. ഒരു വെയിറ്റ് പ്രോപ്പറായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ കാട്ടിയും വെയിറ്റ് ഇപ്പം കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചാടുന്ന സമയത്ത്. ഓക്കെ, ഈ ഒരു ഏരിയയിലെല്ലാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു മിസ്റ്റേക്കും കൂടെ ഉണ്ട് ഇതിൽ. ഈ ക്യാരക്ടർ രജിസ്റ്റർ ആകുമ്പം ആ ഒരു സ്ട്രെച്ചും കൂടെ കൊടുക്കുക കേട്ടോ. ഈ ഒരു ഏരിയയിൽ സ്ട്രെച്ച് ഒറ്റയടിക്ക് പുള്ളി വന്ന് നിന്നൊരു ഫീൽ വരും അവിടെ. അത് വേണ്ട, സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഉണ്ടോ, സ്ട്രെച്ച് ചെയ്തിട്ട് വന്നിക്കേണ്ട ഒരു അത് കഴിഞ്ഞിട്ട് ഓരോ ഇതായിട്ട് വന്നാൽ ഇവിടെയും അത്രയും ഇതിൽ വന്നിക്കേണ്ട. സ്വല്പം ഒന്ന് ഈ ഒരു സംഭവം ഉണ്ടോ, അവിടെയൊക്കെയാണ് മിസ്സായി പോണത്. നമുക്ക് മിസ്സിങ് വരണത് പ്രോബ്ലം അവിടെ. ഇതിപ്പോൾ ഓക്കെ, ഈ ഏരിയയിലൊക്കെയാണ് മിസ്സിങ് വരണം. ഇപ്പോൾ കറക്റ്റായി. ഇതാണ്ട് സ്ട്രെച്ച് ചെയ്തിട്ട് അവിടെയാണ് നേരത്തെ ഒരു മിസ് തോന്നിയത്. അങ്ങനത്തെ മിസ്സിങ് എല്ലാം നമ്മൾ പ്രോപ്പറാക്കി ഫൈൻ ട്യൂൺ ചെയ്ത് വിടുക. രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം ഓക്കെ പിടികിട്ടിയോ. അങ്ങനത്തെ ആ ഒരു സ്ട്രെച്ച് എടുക്കുന്ന സമയത്ത് സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ കാലിന് അടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വലുതാക്കുമ്പോൾ അതെല്ലാം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തേ പറ്റുള്ളൂ. ആ ഹിപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്തു. കാരണം അവിടെ എന്തോ മിസ്സിങ് ആയിരുന്നു, പോസ്റ്റ് മിസ്സിങ് ആയിരുന്നു സംഭവം. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഇപ്പോൾ കറക്റ്റായി. അതേപോലെ അവിടെ നിന്ന് ഇഴിക്കുന്ന സമയത്ത് അതുണ്ടോ നോക്കുക. സ്ട്രെച്ച് ഉണ്ട്, അവിടെ പ്രോബ്ലം ഇല്ല. ഇവിടെ എത്തുമ്പോഴും രജിസ്ട്രേഷൻ ആ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ അതില്ലെങ്കിലാണ് ആ ഒരു ഫീൽ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് വന്നു, ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോയി. ഓക്കെ, ഇവിടെ നിന്ന് ഇതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞ അവിടെ നിന്ന് വരുമ്പോഴേ അത് ഫ്രണ്ടിലോട്ട് പൊയ്ക്കോളും. ഉണ്ട്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിലോട്ട്. ഇവിടെ റിമൂവ് ചെയ്യാം. ഒരുപാട് വെക്കണ്ട, സ്വല്പം ഒന്ന് മൈന്യൂട്ടായിട്ട്. ചില സമയത്തേക്ക് നമ്മൾ തിരിച്ചു പോയേണ്ടി വരും കേട്ടാ. ഓക്കെ, ആവശ്യത്തിന് ഫ്രണ്ടിലോട്ട് പോകണ്ട. ഇനിയും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഔട്ട് ഓഫ് ബാലൻസ് ആവും. ഓക്കെ, ഹിപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പിൻ്റെ വൈ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പോണത്. ചാടുന്നൊരു സംഭവം. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ലാൻഡ് ചെയ്തു, പിന്നെ അഴിച്ചു, അങ്ങനെ വന്നു. അല്ല, അത് ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും. ഓരോരുത്തർ അനിമേഷൻ ഓരോ ടൈപ്പ് ഓഫ് ഇതിലെല്ലാം ഓരോ ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർ ഗ്രാഫ് ഓരോ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന ഇത് ചെയ്യുമ്പോൾ ഇന്ന ടൈപ്പിലെ ഗ്രാഫ് ഇരിക്കുകയുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല. നമ്മുടെ അനിമേഷൻ അനുസരിച്ച് ഗ്രാഫ് മാറാം. അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഗ്രാഫ് ഇരിക്കണം അങ്ങനെയൊന്നുമില്ല, മാറും. ഇതിപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ പുള്ളിക്ക് ബാലൻസ് ചെയ്യണം. ഇവിടെ നിന്ന് കാലിങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ നേരത്തെ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം നേരത്തെ എന്തായിരുന്നു, ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ പുള്ളി ഇവിടെ ചാടിയപ്പോൾ പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. സ്വല്പം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി, ഒന്ന് ബാക്കിലോട്ട് വന്ന് പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്തു. സ്വല്പം ഒന്ന് കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, പിന്നെ നിന്നു. പിന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. പിന്നെ ഈ ഒരു ഏരിയയിൽ സ്വല്പം ഒന്ന് ബാക്കിലോട്ട് വന്നാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, സ്മൂത്ത് ചെയ്യേണ്ട കർവ് എല്ലാം സ്മൂത്ത് ചെയ്യുക. ഇവിടെ ഒരു സ്റ്റിഫ്നെസ് വന്നു ഈ ഒരു ഏരിയ. ഞാൻ സ്റ്റിഫ്നെസ്സിനെ അങ്ങ് റിമൂവ് ചെയ്തു.
ഇതിനെ സ്വല്പം ഒന്ന് പിടിച്ച് സ്ലോ ആക്കി ഉണ്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല, അവിടെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഇതിനെ പുള്ളി ഇവിടെ ചാടിയിട്ട് വേണമെങ്കിൽ ഒരു ചാട്ടം കൂടെ കൊടുക്കുക, അപ്പോൾ പക്ക ഫീല് വരും. ഞാനിപ്പോൾ തൽക്കാലം ക്ലാസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ചാടം വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ട് ഇവിടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓടിപ്പോകുമല്ലോ, നമ്മൾ ചാടി ഒരു ചാട്ടം കൂടെ ചാടിയിട്ട് അപ്പുറത്തോട്ട് നിൽക്കുന്ന ഒരു സംഭവം. പക്ഷെ ഇങ്ങനെയും ചെയ്യണമല്ലോ, ഇങ്ങനെയും ചെയ്തേ പറ്റുള്ളൂ എന്തായാലും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അവസാനത്തെ ബാലൻസ് ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്തും ഒരുപാട് കാല് സ്ട്രെച്ച് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, കാല് വീഴുന്ന സമയത്ത് കാല് പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഡിലേ കൊടുക്കേണ്ട സമയത്ത് നമുക്ക് ഡിലേ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഓക്കെ, ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലേ, കൈയുടെ ഡിലേ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിലേ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്ഥലവും സ്റ്റിഫായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഒരു സ്ഥലവും സ്റ്റിഫായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മീൻസ് ഈ ഒരു കൈ ആണെന്നുണ്ടെങ്കിലേ, ഈ കൈ ഉണ്ട്, ഇതിപ്പം പോൾ വെക്ടറൊക്കെ സ്വല്പം മാറിയണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ എഴിക്കുന്ന സമയത്തുണ്ട്, ഇവിടെ നിന്ന് പോൾ വെക്ടർ സ്വല്പം മാറി. വേണമെങ്കിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വിടാം, ഇല്ലെങ്കിൽ ആ പോസ് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. വേണമെങ്കിൽ മതി, നമ്മൾ ഏത് വ്യൂവിലാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച്. ആ വ്യൂവിൽ വൃത്തിയിടൊന്നും ഇല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ ഈ വീഴുന്ന സമയത്ത് വേണമെങ്കിൽ കാല് ഇങ്ങനെ ആക്കാം, അതിനനുസരിച്ച് പോൾ വെക്ടർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എസ് അടിച്ചിട്ട് പോൾ വെക്ടറിനെ പിടിച്ച് നമുക്ക് സ്വല്പം ഇങ്ങനെ ആക്കാം. പോൾ വെക്ടർ സ്വല്പം ഇങ്ങോട്ട് ആക്കണമെങ്കിൽ ഇങ്ങോട്ടും പോൾ വെക്ടർ ആക്കാം. അത് നമ്മൾ ബാലൻസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ആണത്. ഈ കാല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് ഈ കാല് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഷോട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ട്വീക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്തിലോ ഒന്ന് സ്റ്റിക്കായതാണ് കൊണ്ട് വേണ്ട, അത് അങ്ങനെ പാടില്ല. അത് വരുന്ന ഏരിയയിൽ നിന്ന് ഫ്രീ ഫ്ലോ തന്നെ വേണം. അത് അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. കണ്ടോ, സ്റ്റിക്ക് ഓൺ ആവരുത്. പോസ് മാറ്റുക, അടുത്ത പോസിൽ വന്നിട്ട് രജിസ്റ്റർ ആവുക. ഇതിൽ രജിസ്റ്റർ ആയാലും കുഴപ്പമില്ല. കണ്ടോ, ആ രജിസ്ട്രേഷൻ പ്രോപ്പറാക്കി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ആയിരിക്കുന്ന ഒരു ഫീൽ വരും. രണ്ട് കാലിനും സെയിം സ്റ്റിക്ക് ഓൺ ആവുന്ന ഒരു ഫീൽ വരാൻ പാടില്ല ആ കാലിൽ. ആ കാലിൽ മാത്രമല്ല, ബോഡി പാർട്ടിന് എല്ലാത്തിനും സ്റ്റിക്ക് ഓൺ ആവേണ്ട ഒരു പ്രോബ്ലം വരാൻ പാടില്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കൈയുടെ കേസാണ്. കൈ ഇവിടെ സ്വല്പം കൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത കൈ നമുക്ക് സ്വല്പം ഈ ഏരിയയിലും സ്വല്പം നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആ കൈയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ കൈ സ്വല്പം ഒന്ന് മൂവ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്രെയിം ആയതുകൊണ്ട് അത് വെറുതെ നിൽക്കുന്നില്ല എന്നൊരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, രണ്ട് ഡിലേയിലുള്ളൊരു ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ആ കാലിൻ്റെ ആർക്കും കൈയുടെ ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെ കൈയിനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്, ക്യാരക്ടറിൻ്റെ കൈക്ക് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളത് ഫുള്ളും പിടിച്ചിട്ട് ഹോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കും. അതേപോലെ കാല് റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡി പോയിട്ട് കാല് പോവുക, തിരിച്ച് വരുന്ന സമയത്ത് കാല് ഫസ്റ്റ് വരിക, ബോഡി പാർട്ട് സെക്കൻഡ് വരിക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കാല്, അതായത് റിലീസ് ചെയ്ത് ഏറി നിൽക്കുന്ന സമയത്ത്, പൊങ്ങുന്ന സമയത്ത് ആദ്യം ഹിപ്പ് പൊങ്ങുന്നു, ഹിപ്പ് പൊങ്ങിയിട്ട് ബാക്കി റിലീസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കാല് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം. ഏതെങ്കിലും പോസ് മിസ്സിങ് ആണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒറ്റയടിക്ക് ഇതിപ്പം ഫ്രണ്ടിലോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാക്കിലോട്ടാക്കി കൊടുക്കുക. അതിൽ പോസ് മിസ്സിങ് ആയിട്ടുള്ളൊരു ഫീൽ വരണ്ട. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത് വരണ്ടെന്ന് തോന്നുകയാണെങ്കിലേ നമുക്ക് സ്വല്പം ബാക്കിലോട്ടാക്കി കൊടുക്കുക അതിന്. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ട്വീക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, കാല് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ബാക്കിലാക്കുന്നു. അത് ടൈപ്പ് ഓഫ് ജമ്പ് അനുസരിച്ച്, എങ്ങനെയുള്ള ജമ്പാണ് അതിനനുസരിച്ച് നമുക്കതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നിട്ട് തുടക്കത്തിൽ അത് ശ്രദ്ധിക്കുക, പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നതായിട്ട് ഉറപ്പ് വരുത്തുക. കാലിൽ ചിലപ്പോൾ ഓവറായിട്ട് കീസൊക്കെ ഇടേണ്ടി വരും, ആർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, അതൊന്നും പ്രോബ്ലം ഇല്ല. ആർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്രയും ഇതിൻ്റെ ഇടയിൽ എന്നിട്ടും കീ ഫ്രെയിംസ് ഉണ്ട്, മൊത്തം കീ ഫ്രെയിംസ് ഇടാതിരിക്കുക അനിമേഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇടയ്ക്ക് മിസ്സിങ് ആണ് മാക്സിമം, പോസ്റ്റ് മിസ്സിങ് വരാതിരിക്കാൻ ശ്രമിക്കുക കൂടുതലും. ഓക്കെ, കാലിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പ്രോപ്പറാക്കുക, ആർക്ക് പ്രോപ്പറാക്കുക. ഓക്കെ, മനസ്സിലായ സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജമ്പിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ആണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, കൂടുതൽ അനിമേഷൻ, VFX, ഗെയിമിംഗ് റിലേറ്റഡ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.